ഒരു യാത്ര കൂടി, ഉയരങ്ങളിലേക്കൊരു യാത്ര. പ്രിയമുള്ള മകനെ, ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7000-ഓളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ. കയറിപ്പോന്നത് പഴനിയിൽ നിന്ന്, പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്വേഗജനകമായിരുന്നു. അടുക്കടുക്കായി മലകൾ, മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞ് ചുറ്റിക്കയറുന്ന മലമ്പാത, മലമ്പാതകൾക്ക് തൊട്ടുതാഴെ ചെങ്കുത്തായ താഴ്വരകളും കൊല്ലികളും. ബസ്സിലാണ് യാത്ര. ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല. ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ്. അവിടെ നിന്നും 75 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം. ബസ് ചുരം കയറി തുടങ്ങി. ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യൂക്കാലിപ്റ്റസ് മരങ്ങളും, ഇവയ്ക്കിടയിലൂടെ സ്ഫടികജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ, താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ, പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ, വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകൾ പോലെ, അല്ലെങ്കിൽ ചിതൽപുറ്റുകൾ പോലെ. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും. ഒരു വിമാനയാത്ര കണക്കെ. ബസ്സിൽ കണ്ണാടിപ്പലകയുള്ള ജനലിനരികെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് റോഡും റോഡരികും താഴ്വരകളും കൊല്ലികളും അനായാസമായി കാണാം. തുടക്കത്തിൽ സുന്ദരമെന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണ് ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു. ഭയം എന്നെ നിശേഷം കീഴടക്കി. യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ്. മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ്. അവർ വാ തോരാതെ സംസാരിക്കുകയും മുറുക്കിച്ചുവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു. അകലെയെങ്ങോ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിത്താഴുന്ന നീരൊഴുക്കിൻ്റെ മന്ത്രമധുരമായ സംഗീതം, മരക്കൊമ്പുകളിൽ ചിലങ്ക കിലുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം. ഇത് രണ്ടും മാത്രമാണ് ബസ്സിൻ്റെ ഇരമ്പലിനോടൊപ്പം ഉരസിയൊഴുകുന്ന വേറെ ശബ്ദങ്ങൾ. നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞ് വീണു തുടങ്ങി. തണുപ്പിന് കനം വെച്ചു. പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പം. എന്നാൽ ഇവിടെ അതല്ല. തൂവെള്ള നിറമൂലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകുവെച്ചടുക്കുന്നു. കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു. മുന്നിൽ, പിന്നിൽ, മീതെ, കീഴെ, ബസ്സിനു ചുറ്റും. മഞ്ഞിൻ്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന പ്രതീതിയുളവായി. ഏതോ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും തോന്നി. മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ബസ് നീങ്ങുന്നത്. ഒരു കൊച്ചു വീടിൻ്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ. മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം മറച്ചു നിൽക്കുന്നു. കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസ്സിൻ്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിൻ്റെ മൂളക്കം പോലെ ചെകിടടപ്പിക്കുന്നു. തണുപ്പാണെങ്കിൽ അസഹ്യം. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെപ്പോലെ ശൈത്യം കടിച്ചു കീറുന്നു. ബസ് കൊടൈക്കനാലെത്തി. അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു കൊടുത്തിരുന്നു. കെ തായാട്ട്. കഥയുറങ്ങുന്ന വഴിയിലൂടെ.